ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് ഫാഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലുള്ള സപ്പോർട്ട് പറിക്കാൻ പോവുകയാണ്. സപ്പോർട്ടുണ്ട്, മാങ്കോസ്റ്റുണ്ട്. മാങ്കോസ്റ്റ് എല്ലാം പൂ നിറയെ ഉണ്ടായിരുന്നു, കാ പിടിച്ച് അത്രയും തൊഴിഞ്ഞു. പിന്നെ കറിവേപ്പില എടുക്കണം. അതിന് ഞാൻ താഴോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ താഴോട്ട് എന്നും ഇറങ്ങാറില്ല, ഇറങ്ങാൻ എന്നെക്കൊണ്ട് പറ്റൂല. അപ്പം നമുക്ക് താഴോട്ട് പോവാം. തേങ്ങ കിട്ടിയിട്ടുണ്ട്, തന്നെയെന്ന് വീണിട്ടുണ്ട്. തെങ്ങും അതിൽ നിന്നൊരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് ഇടാം. ഒന്നും കൂടെ ഇവിടെ കിടക്കുന്നുണ്ട്, അതും കൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഓടിക്കാം. ഞാൻ 3 വർഷമായിട്ട് കറിവേപ്പില വാങ്ങാറില്ല. നമുക്കിവിടെ 2 മൂടുണ്ട്, അതുകൊണ്ട് അതിൽ നിന്നാണ് ഞാൻ ഒടിച്ചെടുക്കുന്നത്. അതിങ്ങനെ മണ്ട വെച്ച് നമ്മൾ ഒടിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് കിളുത്തോളും. പെട്ടെന്ന് ഇത് വീണ്ടും അത് കിളിർത്ത് വന്നോളും. മഴ സമയത്ത് ഒടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ താഴോട്ട് അധികം ഇറങ്ങാറില്ല, കാല് വയ്യാത്തതുകൊണ്ട് താഴോട്ട് ഇറങ്ങാറില്ല. ഈ കറിവേപ്പില എടുക്കാൻ വരും, നമ്മുടെ സപ്പോർട്ടിക്ക പറിക്കാൻ വരും. ഇത് നമ്മുടെ മാങ്കോസ്റ്റാണ്. നിറയെ ഇതിൽ മാങ്കോസ്റ്റ് കായ പിടിച്ചായിരുന്നു, അത്രയും തൊഴിഞ്ഞു പോയി. എങ്കിലും അവിടെ മതി. നമ്മുടെ മാങ്കോസ്റ്റ് ഇതേ പരുവത്തിലായപ്പോഴാണ് അത്രയും തൊഴിഞ്ഞു പോണത്. എങ്കിലും നിൽക്കണുണ്ട്, കായ് നിൽക്കണുണ്ട്. പക്ഷേ നിറഞ്ഞ് കായ്ച്ചതായിരുന്നു. പക്ഷേ എല്ലാ വർഷത്തെക്കാളും ഫുള്ളായിട്ട് ഇതിൽ കായ്ച്ചു നിന്ന് അത്രയും മഴയത്ത് തൊഴിഞ്ഞു പോയി. ഇനി നമുക്ക് നമ്മുടെ സപ്പോർട്ടിക്ക പറിക്കാൻ പോകാം. റംബൂട്ടാനാണ്, പക്ഷേ ഇതിൽ കായ്ക്കും. എങ്കിലും ഇപ്പോൾ കാ കുറവാണ്. അവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അത് മുറിക്കേണ്ടി വന്ന് മുറിച്ച് കളഞ്ഞു. ഇനി നമുക്ക് സപ്പോർട്ടിക്ക പറിക്കാൻ പോകാം. ഇതാണ് നമ്മുടെ സപ്പോർട്ട് മരം. ഇതിൽ നിറയെ കായുണ്ട്, നമുക്കത് പറിച്ചെടുക്കാം. സപ്പോർട്ടിൽ നിറയെ കാവുന്നുണ്ട്. ഞാൻ ഒരറ്റത്തുനിന്ന് കുറച്ച് മാത്രമേ പറിക്കുന്നുള്ളൂ. ഇനി ഈ മരത്തിനീര് അങ്ങോട്ട് കയറാമല്ലോ. ഇതിലേ കയറാൻ പറ്റുമോ? 2-3 പപ്പായം പഴുത്ത് നിൽപ്പുണ്ട് ഈ സൈഡിലും ആ സൈഡിലും. പക്ഷെ പറിക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ ഈ മരിച്ചിനി ഞാൻ സ്വന്തമായിട്ടാണ് കിളച്ച് നട്ടത്. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് കിളച്ച് വെച്ചതാണ് മരിച്ചിനി. പിന്നെ അപ്പുറത്തെ സൈഡിൽ വഴുതളം നട്ടിട്ടുണ്ട്. മരിച്ചിനി പിഴുകാറായിട്ടില്ല. ഇത് സ്റ്റാർ പുളിഞ്ചിയാണിത്. നല്ല പുളിഞ്ചിയാണ്. ഇത് കൊളസ്ട്രോളിനും BP-ക്കും ഷുഗറിനൊക്കെ നല്ല മരുന്ന് പോലെയാണ് ഈ പുളിഞ്ചി. എന്തായാലും ഇതിൽ നിന്ന് ഒരു 2 കാ കിട്ടിയായിരുന്നു. ഒരുപാട് കാച്ചില്ല, 2 കായേ കിട്ടിയുള്ളൂ. അത് ഞങ്ങൾ പറിച്ചെടുത്തായിരുന്നു. നല്ല ഉണക്ക സമയത്തായിരുന്നു, നല്ല മധുരമായിരുന്നു. ഇനി നമുക്ക് വയ്ക്കാം.
പഴുപ്പിച്ച് തിന്നാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ് ഈ പപ്പായിന്ന്. നല്ല ഇനം പപ്പയാണ്. അത് നമ്മൾ ഇതിന് വേണ്ടി മാത്രം എടുക്കാം. അതിൻ്റെ കറി വെക്കാനോ അതിനൊന്നിനും എടുക്കില്ല. പഴുപ്പിക്കാൻ വേണ്ടി മാത്രം. പറിച്ചോണ്ട് വന്നതിൽ തന്നെ ഒരെണ്ണം നല്ല വിളഞ്ഞതുണ്ട്. അത് നമുക്ക് മുറിച്ച് നോക്കാം. നല്ല വിളഞ്ഞ് നല്ല പഴുത്ത്, മരത്തിൽ നിന്ന് തന്നെ പഴുത്ത്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ നട്ട വഴുതനമാണ്. നിറയെ കായ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് ഉണക്കായപ്പോൾ മുറിച്ച് കളയാമെന്ന് വിചാരിച്ചപ്പോഴേക്കാണ് ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് കുറേ കാ പറിച്ചതായി. വീണ്ടും കാകളെല്ലാം ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിനെ നിർത്തിയിരിക്കുകയാണ്. നിറയെ കാച്ചു. എനിക്ക് ഒരാഴ്ചയിലൊരിക്കൽ ഒരു 2-3 കിലോ വീതം കിട്ടുന്നത്. പിന്നെ വീണ്ടും വിറ്റ് വീണതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അത്യാവശ്യം ഞാൻ കൃഷികൾ ഒക്കെ എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ കിളച്ച് വെക്കുന്നതാണ്. കായ് നിൽപ്പുണ്ട്. ഇതിലൊക്കെ കായുണ്ട്. എല്ലാം കായുടെ അത്യാവശ്യത്തിന് മാത്രം ഞാൻ പറിച്ചു പോകുന്നു. ഇഷ്ടംപോലെ ആൾക്കാർക്കും പറിച്ചു കൊടുത്ത്. ഇനി മഴ തോന്നിട്ടാണ് നടണം. കുറേ മഴ തോന്നിട്ട് നല്ല നമ്മളെ കോട്ടാറൻ കത്തിരിയെല്ലാം ഇവിടെ നട്ടു കൊടുക്കാം. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ചെടി നട്ടിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ കലാവിരുന്ന്. അപ്പോൾ ഇത് പാരിജാതം ഞാൻ പൂനമ്പായിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് നട്ടതാണ്. ഇത് ഇതുവരെയും പൂത്തില്ല. ഇത് ഞാൻ കസ്തൂരി മുല്ലയാണ്. ഇതിൽ മൊട്ട് കുറേ പൂ ഞാൻ പറിച്ചതാണ്. ഇപ്പോഴും മൊട്ട് വരുന്നുണ്ട്. ഞാൻ കൊണ്ട് നട്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് നട്ടതാണ്. അതുപോലെ ഇതെല്ലാം എൻ്റെ കലാവിരുന്നുകളാണ്. എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചെടി നടാറുണ്ട്. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ചെടികളാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് നട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയിലെടുത്ത്. അതുപോലെ തന്നെ ഇത് വാങ്ങിക്കൊണ്ട് നട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഇത് എനിക്കിഷ്ടമാണ് ചെടികൾ. എപ്പോഴും ചെടി ഇഷ്ടമാണ്. വീഡിയോ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.